ഇപ്പൊ ഈ കോളേജിൽ PG പഠിക്കുന്നവന്മാരാണ് ഒരു റോബോട്ട് റെഡിയാക്കിയിട്ട് അവന്മാരതൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ പറഞ്ഞയച്ചേക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന റെന്നാണ് ഇതിന് സെൻസർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനത് പൊക്കിയെടുത്തോണ്ട് അവന്മാരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവന്മാരാണ് ഇത് കണ്ടിട്ട്, എടാ റെൻ, നിനക്ക് ഇതിനെ കുറിച്ച് വല്ല അറിയാവോ? ചുമ്മാ എന്റെ സിസ്റ്റം നീ കേടാക്കി വെക്കല്ലേ, കഷ്ടപ്പെട്ട ഞങ്ങൾ ഇതൊക്കെ പണിഞ്ഞ. എന്നിന് അവനും പറയുമ്പം ഇവിടെ റെന്നാണ് അവൻ ഇതിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ സിസ്റ്റം എല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ എന്തോ പ്രശ്നം അവൻ കണ്ടുപിടിച്ച് ശരിയാക്കുമ്പം ഇവിടെ ഇവന്റെ സീനിയർ സന്തോഷെത്തി, ഓ നിനക്കപ്പൊ ഇതിനെ കുറിച്ച് അറിയായിരുന്നോ? എങ്കിൽ പിന്നെ നിനക്ക് നമ്മുടെ കൂടെ തന്നെ ഇവിടെ ലാബിൽ വർക്ക് ചെയ്യാമല്ലോ. എന്നിന് ഇവൻ പറയുമ്പം ഇത് കേട്ട് റെന്നാണ് അവൻ വേറെ കോളേജിൽ അഡ്മിഷൻ ഇടണമെന്ന് പറയും. പക്ഷെ ഇവിടത്തെ ലാബും കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് ഇവനാണ് ഇവിടത്തെ ലാബ് അങ്ങ് ഇഷ്ടപ്പെടും. എന്നിട്ട് ഇവിടെ ലൂവാനും അവൾക്ക് അസ്ഥി കൂടെ നോക്കി പഠിക്കാൻ വേണ്ടി ഒരെണ്ണം ഓർഡർ ചെയ്യാൻ നിൽക്കും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും അത് വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ഒപ്പിച്ചോൻ ചോദിക്കുമ്പം ലൂവാനാണ്, എന്റെ പൈസ ഇല്ല, അവിടെ നമുക്ക് പകുതി വെച്ച് ആ സ്കെലറ്റൻ സിസ്റ്റം വാങ്ങിക്കാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയാണ്, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് പറയും. അതിനേശ് ലൂവാനും അവൾ എങ്ങനെ പൈസ ഒപ്പിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് റെന്നിന്റെ കൂട്ടുകാരനാണ് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് ഓർഡർ ചെയ്യും. അതോടെ അവൾ സന്തോഷെത്തി, എങ്കിൽ പിന്നെ ഈ പൈസയും കൊണ്ട് എനിക്ക് ആ സാധനം വാങ്ങിക്കാന്ന് നേരെ അവനെ കാണാൻ ചെല്ലുമ്പം അവനാണ് ഇവള് തരുന്നുള്ള സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവളും ഇവൻ വലുതായിട്ട് ഓർഡർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് സന്തോഷത്തി ഓരോന്നും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ അവസാനം 300 രൂപയ്ക്ക് ഒരു കേക്ക് എന്ന് പറയും. അങ്ങനെ അതിനകത്ത് ഷുഗർ ഒന്നും വേണ്ടെന്ന് ഇവൻ കുറെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവളാണ് ചമ്മി പോയിട്ട്, എടാ നാറി, 300ന്റെ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ നിനക്ക് ഇത്ര സാമ്പിൾ എന്ന്? നിനക്ക് കൂടിയതൊന്നും വേണ്ടേ? എന്നിന് ഇവളും ചോദിക്കുമ്പം അവനാണ്, കൂടിയതൊന്നും വേണ്ട, ഞങ്ങളുടെ എത്ര പൈസ ഉള്ളെന്ന് പറഞ്ഞ് ഇത് സ്വിമ്മിംഗ് ക്ലബിന് വേണ്ടി വാങ്ങിക്കുമെന്ന് പറയും. അപ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ റെൻ എന്താ വരാത്തെന്ന് ചോദിക്കുമ്പം ഇവന് റെന്നിനെ അത്രയ്ക്ക് മിസ് ചെയ്തെന്ന് പറഞ്ഞ് ലൂവാനെ കളിയാക്കും. അതിനേശം അവന് പോകുന്ന മുമ്പേ തന്നെ ഒരു ഇവൾക്കൊരു പയ്യനെ ഇഷ്ടമാണെങ്കിൽ ഇവളെ ചെന്ന് പ്രൊപ്പോസ് ചെയ്യാൻ ചോദിക്കുമ്പം അവളാണ് ഇവൻ ആരെ പ്രൊപ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഒരു റെന്നിനെ പ്രൊപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവളും പുച്ചത്തി ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് പറയും. അതോടെ മറ്റവന് സമ്മാനത്തി എനിക്ക് ഇത് കേട്ടാൽ മതി എന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. കാരണം റെന്നുമായിട്ട് ഇവനൊരു ചലഞ്ച് ചെയ്താണ് ലൂവാൻ ഒരിക്കലും ഇവനെ പ്രൊപ്പോസ് ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഇവിടെ റെന്നാണ് അവൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാതിരുന്ന അവൾക്ക് ഇവനോടുള്ള ഇഷ്ടമല്ല മനസ്സിലാക്കി അവൾ തനിയെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യുന്ന ഇവർ തമ്മിൽ ഡീലിട്ട്. അങ്ങനെ ചലഞ്ച് തോറ്റുപോകുന്നവര് വർഷം ഫുള്ളും ഇവർ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരണം. അതാണ് ഇവർ തമ്മിലിട്ട ഡീൽ. അതിനേശ് ഇവിടെ ലൂവാനും 300 രൂപയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് നഷ്ടമെന്ന് വിചാരിച്ചോണ്ട് അവളെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവളും സീനിയറിനോട് അസ്ഥികൂടം ചോദിക്കുവാണ് ചിലപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവള് സീനിയർ ബിസിയാന്ന് പറഞ്ഞ് പിന്നെ തിരക്കാന്നിരിക്കുമ്പോഴാണ് ഇവിടെ അവനാണ് റെനിന്റെ കസിന്റെ കൂടെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഐസ്ക്രീം കഴിച്ചോണ്ട് ക്യൂട്ടായിട്ട് ഇവനോട് സംസാരിക്കുമ്പം ഇവൻ പെട്ടെന്ന് അവളുടെ വായൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് നിന്റെ സൗണ്ട് എന്തുവാ ഇത്ര ലൈറ്റ് ആയിട്ട് മാറിയ, നിനക്ക് പനി പിടിക്കുന്ന തോന്നുന്നു. എന്നിന് അവൾ ക്യൂട്ടായിട്ട് സംസാരിക്കുന്നതായിട്ട് ഇവനൊരു ഡോക്ടറായിട്ട് മാറുമ്പം അവളാണ് ഒരു ഡോക്ടറിന്റെ കൂടെ ഡേറ്റ് ചെയ്തോടെ പറഞ്ഞ് അവളുടെ റിയാക്ഷൻ മൊത്തത്തിൽ മാറിപ്പോകും. അതിനേശം അവനും ഇവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ടൈം ടേബിൾ എടുക്കും. അങ്ങനെ അവൾ വേറെന്തോ ഗിഫ്റ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവൻ രണ്ടുപേരുടെയും ക്ലാസ് ഒക്കെ ബന്ധപ്പെടുത്തി ഏതൊക്കെ സമയത്താ ഫ്രീ സമയം എന്ന് പറഞ്ഞ് ഇവർ ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത് വെച്ചേക്കും. അപ്പോഴാണ് കസീനാണ് ഇത് കണ്ട് ഷോക്കായിട്ട് ഡേറ്റ് ചെയ്യാൻ ടൈം ടേബിൾ ഉണ്ടോന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ ഷോക്ക് അടിച്ചിരിക്കും. എന്നിട്ട് ഇവിടെ സ്വിമ്മിംഗ് ക്ലബ് വെച്ച് റെന്നാണ് അവരെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് മതി എന്ന് പറഞ്ഞ് പോയി റെസ്റ്റ് എടുക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന്മാരെല്ലാരും കൂടെ നമുക്ക് കോമ്പറ്റീഷൻ വരാൻ പോവാ, പക്ഷെ റെൻ ഇതിനു മുമ്പൊക്കെ നമ്മൾ കട്ടയ്ക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കത്തില്ലേ, ഇന്ന് മാത്രം എന്റെ മനസ്സ് പെട്ടെന്ന് മാറിയ. എന്നിന് അവരൊക്കെ സംശയത്തിരിക്കുമ്പം ഇവിടെ റെന്നിന്റെ ഉദ്ദേശം പറയാ, ഇവന്മാരെയൊക്കെ പറഞ്ഞയച്ചിട്ട് അവന് ഷട്ടൊന്നില്ലാതെ സ്വിം ചെയ്ത് അവിടേക്ക് കേക്കുമായിട്ട് വരുന്ന ലൂവാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാ. അങ്ങനെ ആ സമയത്ത് തന്നെ അവൾ എനിക്ക് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യുന്ന ഇവൻ ആലോചിച്ചുട്ടിച്ചേക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇവരെയൊക്കെ നേരത്തെ തന്നെ പോകാൻ പറഞ്ഞത്. അപ്പോഴാണ് അതേസമയം കുറച്ചു ദിവസം കഴിഞ്ഞ് ഇവിടെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. വേറെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവിടെ കേക്കുമായിട്ട് വരുന്ന ലൂവാനാണ് ഈ പിശുക്കൻ റെൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവനെ തപ്പിക്കൊണ്ടിരിക്കുമ്പം കറക്റ്റ് ഇവളുടെ ഫ്രണ്ടിലാണ് ഇവന്മാരൊക്കെ ഷട്ടക്കൂരി സ്വിം ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അത് കണ്ട് അവള് മൊത്തത്തിൽ ഇംപ്രസ് ആയിരിക്കുമ്പോഴാണ് അവിടേക്ക് ഓടിയിരുന്നത് റെന്നാണ് പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയെന്ന് പറഞ്ഞ് അവളുടെ കണ്ണടച്ചോണ്ട് അവിടെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അവനും ഇവളെന്തോ അവന്മാരെ കണ്ട് സുഖിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ അങ്ങനൊന്നല്ല, ഒരു ഡോക്ടറായിട്ട് എനിക്കിതൊക്കെ കണ്ട് പഠിക്കണം എന്ന് പറയും. അപ്പോഴാണ് റെൻ അവന് ഡ്രസ്സ് മാറ്റിയിട്ട് ഇവൾക്ക് പഠിക്കണ അവന്റെ ബോഡി നോക്കി പഠിക്കാൻ പറയും. അങ്ങനെ അതോടെ അവള് കുറച്ച് ടെൻഷനായിട്ട് അവന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കേക്ക് കൊടുക്കും. അതിനേശം അവളും ഇവരൊക്കെ ആരാന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവൻ ഈ വെള്ളിയാഴ്ച ഇവർക്കെല്ലാം സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെ അത് കാണാൻ ഇവൾ വരുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് ഞാനൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവളുടെ ഫേസ് ഒക്കെ മറിച്ചിട്ട് അവളെ ചെന്ന് പുറത്തേക്കാക്കും. അതിനേശം അവളും തരാനുള്ള പൈസ ഒന്നില്ലെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം ഇവനാണ് പിന്നീട് ഇവൾക്ക് ഓൺലൈൻ അയച്ചിട്ടേക്കും. അതിനേശം അവളും ഇതും കൊണ്ട് ഞാൻ എവിടെന്ന് അസ്ഥികൂടം വാങ്ങിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവള് വിഷമിച്ചിരിക്കും. ഇതിനേശം അവൾ ഉള്ള പൈസയും കൊണ്ട് അസ്ഥികൂടത്തിന്റെ തല മാത്രം വാങ്ങിച്ചു വയ്ക്കുമ്പം ഒരേശെ ഇതിവിടെ ഇരിക്കുന്ന കണ്ട പിന്നെ കസ്റ്റമേഴ്സ് ഒന്നും വരുത്തില്ലെന്ന് പറഞ്ഞ് അവളൊരു ബോക്സിനകത്ത് അടച്ചു വയ്ക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗുവാനാണ് ലൂവാൻ ഈ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ഫ്രീ ആണെങ്കിൽ അവളുടെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ വേണ്ടി പറയും. കാരണം ലുവാൻ അവിടെ വരിപ്പിച്ചിട്ട് ഗുവാന്റെ ഐഡിയ ഇവൾ റെന്നിന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണലെന്ന. പക്ഷേ ഈ സത്യം ഒന്നറിയാതെ ലുവാനും ഷോപ്പിങ്ങിനെങ്കിൽ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞ് അവൾ അന്ന് ടീം മാറ്റാൻ സഹായിച്ചോണ്ട് ഇവൾക്ക് ഡിന്നർ വാങ്ങിച്ചു തരാൻ പറയും. അപ്പോഴാണ് ഗുവാനും അതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഇത് കണ്ടിട്ട് കേൾക്കാൻ തോന്നില്ലേ, എങ്കിൽ പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചേക്കാം, എനിക്കൊരു ഫ്രണ്ടിന് കൊടുക്കാനുള്ള എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ ഇവിടെ ലുവാനും പേടിച്ചിട്ട് ഈ അസ്ഥികൂടം കണ്ടാ പിന്നെ ഇവൾക്ക് നാണക്കേടാന്ന് പറഞ്ഞ് ഇത് അവൾ സ്പെഷ്യലായിട്ട് ഒരാൾ കൊടുക്കാൻ വെച്ചേക്കാന്ന് പറയും. അപ്പോഴാണ് ഗുവാനും ചിലപ്പോൾ റെന്നിന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ് അവളത് ഫോഴ്സ് ചെയ്ത് വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇത് കാണുന്ന ലുവാനും ഇവൾക്ക് മെസ്സേജ് അയച്ചു പറയും സത്യത അതിനകത്ത് കേക്കൊന്നല്ല അസ്ഥികൂടത്തിന്റെ തലയാ ഉള്ളതെന്ന്, അതുകൊണ്ട് പേടിക്കലെന്ന് പറഞ്ഞ് ഇവൾ വോയിസ് മെസ്സേജ് ഇട്ടേക്കും. അതേസമയം പുറത്തേക്ക് വന്ന ഗുവാനാണ് അവളുടെ കൂട്ടുകാരിയോട് ഈ കേക്ക് ആ ലുവാൻ റെന്നിന് വേണ്ടി ആയിരിക്കും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവൾ അസൂയപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവൾക്ക് റെന്നിന് ഇഷ്ടമായതുകൊണ്ട് ലുവാൻ അവന്റെ അടുത്ത് നകറ്റാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് തന്നെ ലുവാൻ അയച്ച മെസ്സേജ് കണ്ടിട്ടും ഇവൾ മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം റെന്നും സീനിയറും കൂടെ അവരുടെയൊക്കെ ഗേൾ ഫ്രണ്ടിന് ഒരു പാവ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവന്മാരും മറ്റേ മെഷീന്റെ അവിടേക്ക് വന്നിരുന്നിട്ട് കുറെ തിയററ്റിക്കൽ രീതിയിൽ സംസാരിക്കുമ്പം ആ കടക്കാരനും ആദ്യം ചെന്ന് കളിക്കടാന്ന് പറഞ്ഞ് ഇവന്മാരെ പറഞ്ഞയക്കും. അപ്പോഴാണ് ഇവന്മാർ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും ഇവന്മാർക്ക് അതിരിക്കുന്ന ഒരു പാവയെ പോലും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവന്മാർ രണ്ടുപേരാണ് ആ കടക്കാരനോട് വന്നിട്ട് ആ 2 മെഷീന് കംപ്ലൈന്റ് ആയി ചേട്ടാന്ന് പറഞ്ഞ് ഇവന്മാർ പറയുമ്പം കറക്റ്റ് അതേസമയം ഒരു പൊടിപ്പയ്യൻ അവിടേക്ക് വന്നൊരു പാവ ജയിച്ചിട്ട് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഇവന്മാര് മണ്ടന്മാരാണ്. അതിനെ ശിവന്മാരും റാബിറ്റിന്റെ പാവ വാങ്ങിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് റാബിറ്റിങ്ങിൽ വാങ്ങിച്ചോണ്ടോന്ന് പറഞ്ഞ് സീനിയർ ഇവിടെ കടയിലേക്ക് വിളിച്ചോണ്ട് വരുമ്പം റെന്നാണ് ഇത് കണ്ടിട്ട് മുയൽ വാങ്ങിച്ചോണ്ടോയ ലുവാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കും. അപ്പോഴാണ് സീനിയറും ഡോക്ടർ പഠിക്കുന്ന ആർക്കായാലും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഇവനും കൂടെ വാങ്ങിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അന്ന് വൈകിട്ട് റെൻ അവന് PGക്ക് അഡ്മിഷൻ കിട്ടിയ ആ കോളേജിലെ പ്രൊഫസറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ആ കോളേജിന്റെ അവിടെ ലുവാനും മറ്റേ അസ്ഥികൂടായിട്ട് പോകുന്ന കാണും. അങ്ങനെ അതിനെ ശിവനും ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഇവിടെ എന്തോ എന്ന് ചോദിക്കുമ്പം അവളാണ് കുറച്ച് കുറഞ്ഞ വിലക്ക് ഈ അസ്ഥികൂടം വാങ്ങിക്കാൻ വേണ്ടി കോളേജ് വന്നതാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവൻ ഇവളെ ടാക്സി കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിന് വരും ഇവന് ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഇവർ ഇപ്പൊ ഒരുമിച്ച് ഫുഡ് അടിക്കുമ്പോഴാണ് ഇവരുടെ തൊട്ടടുത്ത് തന്നെ ആ അസ്ഥികൂടം കാണും. എന്നിട്ട് അവളും മറ്റേ PG അഡ്മിഷൻ ഇവിടെ ഓഫർ കിട്ടിയതുകൊണ്ടാണോ നീ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇവൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. അപ്പോഴാണ് അവളും അപ്പൊ നീ എത്രയും പെട്ടെന്ന് ഇവിടെ പഠിക്കാൻ പോവോ, നിന്നെ പോലെ ടോപ്പറിനൊക്കെ ഈ കോളേജ് പഠിക്കാനല്ല ആഗ്രഹം, എന്നാൽ ഞങ്ങളെ പോലെ മാർക്ക് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ അഡ്മിഷനെ കിട്ടാൻ വലിയ പാടാ, അതുകൊണ്ട് നിനക്കൊക്കെ ഭാഗ്യം വേണം എന്ന് ഇവളും പറയുമ്പം അവന് തീർച്ചയായിട്ട് ഇവന് കിട്ടിയ സീറ്റ് വേസ്റ്റ് ആകത്തില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവരൊരുമിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് ഇവിടെ റെന്നാണ് ഈ അസ്ഥികൂടത്തിന് ഫ്രണ്ടിലത്തെ സീറ്റ് ഇരുത്തിക്കൂടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഇതടുത്തിരുന്ന നിനക്കെന്താ പ്രശ്നം, നിന്നെ വല്ല ശല്യപ്പെടുന്നുണ്ടോ എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവനും എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, കാരണം ഇതിന്റെ കൈ എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ടച്ച് ചെയ്തിരിക്കുക, അതുകൊണ്ട് ഇതെടുത്തൊന്ന് മാറ്റാവോ എന്നിന് അവനും പറഞ്ഞിട്ട് അവസാനം ഇവനെ അസ്ഥികൂടം പൊക്കിയെടുത്തോണ്ട് ഇവളെ ചെന്ന് ഹോസ്റ്റലിലാക്കാൻ പോകും. അപ്പോഴാണ് അവിടേക്ക് വന്ന സീനിയറാണ് ഇവരെ കണ്ട് അടുത്തേക്ക് വരുമ്പം അവനിപ്പോ റെന്നിന്റെ കസിനായിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ട് ഇവൻ തരുന്ന ഒരു സാധനം ലാബിൽ വെക്കാൻ പറ്റുമെന്ന് ലുവാനോട് ചോദിക്കുമ്പം അവള് സീനിയറെ സഹായിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് റെന്നും എങ്കിൽ പിന്നെ ഞാൻ ഈ അസ്ഥികൂടം നിന്റെ സ്ഥലത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ ലുവാനും സീനിയറിന് ഈ അസ്ഥികൂടം ചീപ്പിന് വാങ്ങിച്ചതിന് താങ്ക്സ് അറിയും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, ആ കോളേജ് പഠിക്കുന്ന ഒരു പെങ്കൊച്ചും നിന്നെ പോലെ മണ്ടിയ, അതുകൊണ്ട് അവൾ അധികം ഇത് യൂസ് ചെയ്തൊന്നും പഠിച്ചില്ല, അതുകൊണ്ടാണ് ഇത് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എന്നിന് അവനും പറഞ്ഞ ഉടനെ ഇവളാണ് നാണം കേട്ടിട്ട് എന്നും പറഞ്ഞ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയണമെന്ന് അവൾ ചോദിക്കും. അതിനേശം ഇവര് റെന്നെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സീനിയറും റെന്നിനി ഹയർ സ്റ്റഡീസും ഈ കോളേജ് തന്നെ പഠിക്കാൻ പോകുന്നതെന്ന് പറയും. അങ്ങനെ മറ്റേ കോളേജിലെ സാറിനോട് അവൻ ഗുഡ് ബൈ പറയാൻ വേണ്ടി എന്ന് പോയത്. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് ഇവിടെ ലുവാനും ഷെടാ അപ്പൊ അവൻ ഇവിടാണ് പഠിക്കാൻ പോകുന്നത്, അതറിയാതെ ഞാൻ അവനോട് കുറെ സംസാരിച്ചു പോയി എന്നിന് ഇവളതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ എന്തിനാ ആ സത്യമൊന്നും ഇവളോട് പറയാത്തെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സീനിയറും ഒരു ശിവൾക്ക് അവനോർത്തോലെ വിഷമമുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച അവന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ഇവള് കാരണം അവന്റെ കൈയൊക്കെ പോയിരിക്കുന്നുണ്ട് അവൾ പോകാൻ തീരുമാനിച്ച് മറ്റേ ഗുവാനോട് അവൾക്ക് ഷോപ്പിങ്ങിന് വരാൻ പറ്റത്തില്ലെന്ന് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അവസാനം ലുവാനും അവന്റെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളാണ് മറ്റേ ഗുവാനെ കണ്ട് അടുത്തേക്ക് ഓടിച്ചില്ലും. പക്ഷെ ഇവിടെ ഗുവാൻ അവളുടെ മെസ്സേജ് കണ്ടുപോലും കാണത്തില്ല. അങ്ങനെ ഷോപ്പിങ്ങിന് വരാൻ പറ്റാത്തതിനെ കുറിച്ച് ലുവാൻ സോറി പറയുമ്പം ഇവളാണ് ഇവിടെ കട്ട ദേഷ്യത്തിരിക്കും. കാരണം ഷോപ്പിങ്ങിനെ പറഞ്ഞയച്ചിട്ട് ഇവൾ ഒറ്റയ്ക്ക് സ്വിമ്മിങ് കാണാൻ വേണ്ടി വന്നയാ, പക്ഷെ ആ പ്ലാന് ഫ്ലോപ്പായി പോയി. അതിനുശേഷം അവിടെ കോമ്പറ്റീഷന് വേണ്ടി റെന്നും ബാക്കി എല്ലാവരും കൂടെ വന്ന് നിൽക്കുമ്പോഴാണ് റെന്നാണ് ആദ്യം തന്നെ ലുവ വന്നിട്ടുണ്ടെന്ന് നോക്കും. അപ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവന് സന്തോഷത്തിൽ ആ മത്സരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഇവർ മത്സരം തുടങ്ങുമ്പോഴാണ് അത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലുവാന് അവളുടെ കൂട്ടുകാരെ മെസ്സേജ് അയക്കും. അങ്ങനെ അവളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ മത്സരത്തിൽ വിജയിച്ച റെന്നും പെട്ടെന്ന് തിരിഞ്ഞ് അവളെ ആയിരിക്കും നോക്കുന്നത്. അപ്പോഴാണ് അവൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇവന് മൊത്തത്തിൽ അപ്സെറ്റ് ആയി പോകും. അതിനുശേഷം അവന് കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി ലുവാനും ഗുവാനും കൂടെ അവിടേക്ക് വരുമ്പം അതേസമയം ഇവൻ ഭയങ്കര ദേഷ്യത്തിൽ ഇവൾ എന്തിനാ സപ്പോർട്ടൊന്നും ചെയ്യാതെയും ചെയ്യിക്കും. അപ്പോഴാണ് ലുവാനും സോറി ഞാൻ വിചാരിച്ച് 2-3 റൗണ്ടൊക്കെ കാണുന്നു, പക്ഷേ ഞാൻ മൊബൈൽ നോക്കുന്ന സമയത്ത് നീ അങ്ങ് വിജയിച്ച്, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇവൾ പറയുമ്പോഴാണ് അവനും ഓക്കെ ഇതൊരു ചെറിയ കോമ്പറ്റീഷൻ
കോമ്പറ്റീഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് 400 മീറ്റർ വരും, അത് നീ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ സ്വിമ്മിംഗ് ക്ലബ്ബിലെ വേറൊരുത്തിനാണ് ഇവന്റെ കൈയൊക്കെ ഓക്കെ ആണെന്ന് ചോദിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ലുവാന് മനസ്സിലാവുന്ന ഇവള് ചോരയെടുത്ത് അവന്റെ കൈ ഫുള്ള് വേദനിപ്പിച്ച് വെച്ചേക്കുവന്ന്. അതുകൊണ്ട് അവളും ഇവനോട് പെട്ടെന്ന് സോറി പറയുമ്പം ഇത് കേൾക്കുന്ന ഗുവാന് ദേഷ്യത്തി നീ കാരണമാണ് അപ്പൊ ഇവന്റെ കൈ പോയെന്നറിഞ്ഞ് അവളെ വഴക്ക് പറയും. അപ്പോഴാണ് ഇതിയുടെ റെന്നും ദേഷ്യത്തി ഇത് ഞങ്ങൾ തമ്മിലുള്ള സംസാരം, നീ എന്തിനാ ഇത് ഉൾപ്പെടുന്നത്? ഏതിന് ഇവൻ ചോദിക്കുമ്പം ഗുവാനാണ് ഇവൾക്ക് റെന്നെ കുറിച്ചെല്ലാം അറിയാവും ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവളും എനിക്കൊക്കെ അറിയാം ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് റെന്നിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവളിപ്പോ ഗിഫ്റ്റ് ആയിട്ട് ഇവളുണ്ടാക്കിയ ബിസ്ക്കറ്റ് കൊടുക്കുമ്പം അവൻ ഇവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവ ലുവാനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ മറ്റേ ഗുവാനാണ് ദേഷ്യത്തി എടി നീ അവൻ എന്റെ അടുത്തുനിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ നോക്കുന്നോ? എന്നിട്ട് ഇവള് ദേഷ്യത്തി ആ കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്തിരിക്കുന്ന അസ്ഥികുടം കണ്ട് അവളാണ് പേടിച്ച് ഉറച്ചു പോകും. ഇതേ സമയം ഇവിടെ മറ്റേ സീനിയറും വാങ്ങിച്ചോണ്ടെന്ന് മുയലെടുത്ത് അവന്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യുമ്പം അവളാണ് അത് കണ്ട് പേടിച്ചു പോകും. പക്ഷെ ഇവനിങ്ങനെ വാങ്ങിച്ചെടുത്തോണ്ട് അവളും കാണാൻ ക്യൂട്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നവരെ കാണിക്കും. അങ്ങനെ ഇവൻ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പം ഇവനും റെന്നിന്റെ കൂടെ ഷോപ്പിംഗ് ചെയ്തപ്പോൾ വാങ്ങിച്ചാന്ന് പറയും. പക്ഷെ റെന്നാണ് അവന് യഥാർത്ഥത മുയൽ വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ആ കളിപ്പാവയ്ക്ക് വേണ്ടി അവന് മത്സരിക്കാൻ പോയി. അങ്ങനെ ആ സ്റ്റാഫും ഇവനെ കുറെ പറഞ്ഞാണ് ഇവൻ കളിച്ച പൈസയ്ക്ക് തന്നെ ആ പാവക്കുട്ടി വാങ്ങിക്കാന്ന്. പക്ഷെ അവനാണ് വിജയിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞ് അവസാനം വരെ ട്രൈ ചെയ്യുമ്പം അവൻ അവസാനമായിട്ട് അത് വിജയിക്കും. അങ്ങനെ ആ മുയൽ പാവക്കുട്ടിയാണ് ഇവൻ ലുവാന് വേണ്ടി വാങ്ങിച്ചു കൊടുത്തത്. കാരണം ഹോസ്റ്റലിൽ യഥാർത്ഥത്തെ മുയലിനൊന്നും സ്ഥാനമില്ല. അങ്ങനെ അതുകൊണ്ട് അവന്റെ ഗിഫ്റ്റ് കണ്ട് ഇവളെ സന്തോഷിത്തിരിക്കും. അതേപോലെ തന്നെ ഇവിടെ റെന്നും അവളിന്ന് ഫ്രണ്ടാന്ന് പറഞ്ഞ കാലിച്ചിട്ട് അവനും മൊത്തത്തിൽ ഹാപ്പിയായി ഇവന്റെ കൂട്ടുകാരനെ പേടിപ്പിക്കും. ഇവർ തമ്മിലിട്ട ചലഞ്ച് പെട്ടെന്ന് തന്നെ വിജയിക്കാൻ പോവാന്ന്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ലുവാന്റെ ക്ലാസ്സിലാണ് നാഷണൽ ഡേ വരുന്നുണ്ട്. ഇവർക്ക് കുറച്ച് ദിവസം വെക്കേഷൻ എന്ന് പറയും. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർക്ക് പരീക്ഷ എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാവരും പറഞ്ഞയക്കുമ്പം അതേസമയം ഇവിടെ റെന്നിനെയും ആ PG പഠിക്കുന്ന സീനിയർ കൂടെ ഉള്ളമാരെയൊക്കെ പരിചയപ്പെടുത്തും. അപ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ ഒരു പഠിപ്പിസ്റ്റായിട്ട് ഒരേപോലെ ഇരിക്കുന്നത്. ഇത് കണ്ട് റെന്നും ഇങ്ങനത്തെ പയ്യന്മാരെ കണ്ടാല് എനിക്ക് ചലഞ്ച് ആവത്തുള്ളൂ എന്നറിഞ്ഞ് അവന് സന്തോഷത്തിരിക്കും. അങ്ങനെ അതും പറഞ്ഞ സൈഡ് സിസ്റ്റത്തിൽ നോക്കുമ്പം മറ്റേ റോബോട്ട് ഇപ്പൊ നേരെ ലുവാന്റെ അടുത്തായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഇവൻ അത് കൺട്രോൾ ചെയ്ത് ലുവാന്റെ അടുത്തേക്ക് ചെന്നിട്ട് കുറച്ച് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനെന്നറിഞ്ഞ് ഇവൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ലുവാനെ സന്തോഷത്തി നിന്റെ ഡൗട്ടൊക്കെ ചോദിക്കളിയാന്ന് പറഞ്ഞ് അവള് ചോദിക്കുമ്പം ഇവിടെ ലുവാന റോബോട്ടിനെ വെച്ച് ഇവള് വെക്കേഷന് എന്തോ പരിപാടിയും ചോദിക്കും. അപ്പോഴാണ് അവളും വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കത്തുള്ളൂന്ന് പറഞ്ഞ് അവൾക്ക് പരീക്ഷയുള്ള കാര്യം പറയുമ്പം റെന്നാണ് വന്ന പണി കഴിഞ്ഞെന്നറിഞ്ഞ് അവളുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്യാതെ അവനെ റോബോട്ടായിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.